വറുത്തരച്ച തിരണ്ടിക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. അത് കൊല്ലം സ്റ്റൈലിൽ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് തിരണ്ടിയാണ്. ഇത് തിരണ്ടിയുണ്ട്. ഇത് ഒരു 1 കിലോ പുറത്ത് തിരണ്ടി ഉണ്ടാവും. അത് വറുത്തരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, പിന്നെ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നീട് തക്കാളി. ഇതിനാവശ്യമായ എണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പ് കത്തിച്ച് തേങ്ങ വറുക്കാൻ വയ്ക്കാം. അടുപ്പ് കത്തിക്കട്ടെ. പാൻ വെച്ചിട്ട് തേങ്ങ വറുക്കാൻ വയ്ക്കാം. ഇത് ഒരു തേങ്ങയുണ്ട്. അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ്. കാരണം ഇത് പെട്ടെന്ന് തേങ്ങ മൂത്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് പൊടിച്ചെടുത്താൽ തേങ്ങ പെട്ടെന്ന് മൂത്ത് വരും. അതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതൊരു തേങ്ങയുണ്ട്. നന്നായിട്ട് ഇനി മൂത്ത് നല്ലൊരു ബ്രൗൺ നിറമാകണം. എന്നിട്ട് നമുക്കിതിനകത്തിന് പൊടികളിടാൻ പറ്റുള്ളൂ. ചെറുതായിട്ടൊന്നാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തിന് ഇടേണ്ടതെന്ന് അറിയോ? ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി ഇത് ഇങ്ങനെ 2-3 മുറിച്ചത് ഇതിടുക. വെളുത്തുള്ളി ഇതിനകത്തോട്ട് ഇടുക. ഇഞ്ചി, ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും ഈ തേങ്ങയുടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുക്കട്ടെ. ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും നമുക്കിനി ബാക്കി പൊടികൾ ചേർക്കാം. ഇപ്പോൾ നമ്മളിതിങ്ങനെ ഏകദേശം ഇതായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ തിരണ്ടീൻ്റെ പുറത്തൊരു പാടയുണ്ട്, ഒരു ബ്ലാക്ക്. ആ പാട കളയാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് വെള്ളം അതിൻ്റെ മേലെ ഒഴിച്ച് അത് ക്ലീൻ ചെയ്യണം. അതിപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാൻ ഒരു പാൻ വയ്ക്കാം. വെള്ളം അവിടുന്ന് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഈ അരപ്പ് മൂത്ത് വരുമ്പോഴേക്കും ആ വെള്ളം തിളയ്ക്കും. നമ്മളിതിനകത്തേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 കൊച്ചുള്ളി 3ആയിട്ട് മുറിച്ചതാണ് ഇട്ടത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് കൊത്തി ഇട്ടിട്ടുണ്ട്. ഒരു 7 വെളുത്തുള്ളി അത് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഇതിന് മൂത്ത് വന്നോട്ടെ. ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വരണുണ്ട്. അത് ഇടയ്ക്ക് നമ്മളത് മൂക്കുന്നതനുസരിച്ച് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് ആയിക്കോളും കേട്ടോ. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് ആയി വന്നോളൂ. അരപ്പതേ മൂത്ത് വരുന്നുണ്ട്. ഇച്ചിരിയുടെ മൂക്കാനുണ്ട്. ഇത്ര മൂത്തത് പോരാ, ഇച്ചിരിയുടെ മൂക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാ വെള്ളം അവിടെ ഇരുന്നോട്ടെ, നമുക്കിപ്പോൾ ശരിയാക്കാം. അപ്പോഴേക്കും ഇതങ്ങോട്ടൊന്ന് നോക്കട്ടെ. ഇത് ഇത്തിരിയൂടെ ഒന്ന് മൂത്തെങ്കിൽ ഇതിനകത്ത് നമുക്ക് അരപ്പിടാൻ പറ്റുള്ളൂ. എന്താ മണമെന്നറിയോ? ഇതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ മൂത്ത് വരുന്നതിൻ്റെ, തേങ്ങ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ എന്ത് നല്ല മണമുണ്ടെന്നറിയോ? ഇത് ഇപ്പോഴേ തന്നെ നല്ല മണമാണ്. അപ്പോൾ കറി ആയി കഴിയുമ്പോൾ എന്താ മണമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ തിരണ്ടിയുടെ ഈ കറുത്ത പാടുണ്ടല്ലോ, ഇത് കളയാനൊക്കെ ആയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇതിനകത്ത് ഈ അഴുക്ക് പാടുകളുണ്ട്, അത് കളയാനായിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ബ്ലാക്ക് ഉണ്ടല്ലോ, തിരണ്ടിയുടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ബ്ലാക്ക് ഉണ്ടല്ലോ, ആ ബ്ലാക്ക് ഇതിങ്ങനെ ചുരണ്ടിയാൽ ഇതിങ്ങനെ ചുരണ്ടി കളയണം. അത് കത്തി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഏതായാലും ഈ ചുരണ്ടി ഇതങ്ങ് വൃത്തിയാക്കണം. ഈ തിരണ്ടിയുടെ ബ്ലാക്ക് ഇതിനൊക്കെ വൈറ്റും പോകും. 2 ഭാഗവും വൃത്തിയാക്കി എടുക്കണം. തിരണ്ടിയുടെ അഴുക്കാണ് കേട്ടോ. ഇത് ചൂടുവെള്ളം ഒഴിച്ചെങ്കിൽ ഇത് പോകത്തുള്ളൂ. അതിനകത്ത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചത് ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് തേങ്ങയും ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ അളവിൽ മൂത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി പൊടികളിടാം. മുളക് പൊടിയാണ് ഇത്. 2 സ്പൂൺ മുളക് പൊടി,
ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, ഒരു അര വേണ്ട, അതിന് കുറച്ച് കുറഞ്ഞ പോയിട്ട് ജീരകപ്പൊടി. ഇത്രയും കൂടെ ആകുമ്പോഴേക്കും നന്നായിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിട്ട മസാലയും ഈ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ നിങ്ങൾ തണുത്തിട്ട് വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. തണുക്കാണ്ട് എടുത്ത് ജാറിലിട്ട് അരച്ചിട്ട് ജാറ് കത്തിപ്പോയെന്നൊന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് ഈ ചട്ടി ചൂടാകുമ്പോഴേക്കും നമ്മൾ കടുക് തളിക്കാനായിട്ട് നമുക്ക് വറ്റൽമുളക്, കൊച്ചുള്ളി, കറിവേപ്പില വേണം കേട്ടോ. കറിവേപ്പിലയും നമ്മൾ മൂന്നും കൂടെ ചേർത്ത് കടുക് തളിച്ചിട്ടാണ് നമ്മൾ അരപ്പിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതിനകത്ത് പറയാണ്ട് പോയത് പിഴുപുളിയായിരുന്നു. ഒരു ഉണ്ട പുഴുപുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പിഴുപുളി വേണം കേട്ടോ. അത് പിഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളമാക്കി വെച്ചേക്കണം. നമുക്കത് ഈ വെള്ളം നമുക്ക് ഈ കറിക്കകത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഈ കറിയിൽ നമുക്ക് പിഴുപുളിയാണ് നമുക്ക് വേണ്ടത്. ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനകത്ത് ഈ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കൊച്ചുള്ളി ഇടുകയാണേ. കടുക് നന്നായിട്ട് പൊട്ടിട്ട് കൊച്ചുള്ളി, കൊച്ചുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് ചൂടൊന്ന് നോക്കട്ടെ. നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. പിന്നെ ഇത് കൊടുക്കണം, നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ച അരപ്പുണ്ടല്ലോ അതിടുകയാണേ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇതിനകത്തോട്ടേക്ക്, നമ്മൾ നേരത്തെ നല്ലോണം വറുത്തിട്ടാണ് ഇത് അരച്ചത്. എന്നിരുന്നാലും നമ്മളിതിനകത്തേക്ക് ഈ കടുക്, ഇപ്പോൾ ഈ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ താളിച്ചതിനകത്തോട്ടേക്ക് അരപ്പിട്ടിട്ട് അതൊന്നും കൂടെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തേക്കാം. ആ വെള്ളമൊക്കെ ഒത്തിരി ഒന്ന് വറ്റിക്കോട്ടെ. അതിങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ടേക്ക് വാളംപുളി പിഴിഞ്ഞത്, നല്ല പിഴുപുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിനെടുത്ത് അത് പിഴിഞ്ഞ് ചേർക്കുന്നത്. സാമ്പാറിനൊക്കെ ചേർക്കുന്ന പിഴുപുളി ഉണ്ടല്ലോ, ആ പുളിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിതിനകത്ത് പിഴുപുളി ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്ത പിഴുപുളി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി ഇതിനകത്ത് ആവശ്യമായ വെള്ളം നമുക്ക് ചേർക്കണം കേട്ടോ. പുളിയിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച ജാറുണ്ടല്ലോ, അരപ്പരച്ച ജാറ്, അത് കഴുകി ആ വെള്ളം ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാം കേട്ടോ. അരപ്പിൻ്റെ വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ പച്ചമുളക്, ഒരു 4 പച്ചമുളക്,
കുറച്ച് കറിവേപ്പില. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ആ സമയത്ത് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത്. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനൊത്ത്. നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മളിനി ഇതിനകത്ത് നമ്മുടെ തിരണ്ടി ഇടുന്നത്. നന്നായിട്ട് തിളക്കട്ടെ ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരുന്ന തിരണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ ആ വെള്ളയും ബ്ലാക്കും എല്ലാം കളഞ്ഞിട്ട് അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇനി അരപ്പ് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഈ ഓരോരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ട് അധികം കുറുകണ്ട കേട്ടോ, അങ്ങോട്ട് വറ്റിപ്പോകണ്ട. ഇത് ഇനി നന്നായിട്ട് തിളക്കട്ടെ. ഇത് എപ്പോഴും ഇളക്കരുത് കേട്ടോ, നന്നായിട്ട് ഇളക്കി അതങ്ങ് പൊടിഞ്ഞു പോകും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതപ്പോഴേക്കും നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറു തീയിലിട്ട് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോഴേക്കും ചെറിയ തീയിലിട്ട് കൊടുത്താൽ അതവിടെ ഇരുന്നൊരു 10-15 മിനിറ്റിനോളം വേവണം കേട്ടോ. നമുക്ക് നേരത്തെ തിളച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചതെങ്കിൽ കൂടെയും ഒരു 15 മിനിറ്റ് വേവ് ഇതിനകത്ത് ഇനിയുമുണ്ട്. 15 മിനിറ്റ് ഈ കറിയിലൂടെ ഇരുന്ന് ചെറിയ തീയിലിരുന്ന് വേവട്ടെ. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അതൊരു അടച്ച് നമുക്ക് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ കറിയും തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല വറുത്തരച്ച കറിയുടെ മണം വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിരുന്നു. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. തീരുമ്പോഴേക്കും നമുക്ക് അത് ഇത്തിരി പച്ച വെളിച്ചെണ്ണ മേലിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ധാരാളം കൂട്ടാത്തവരാണെങ്കിൽ അവർക്ക് ഒഴിക്കണ്ട. എന്നിട്ട് കറിവേപ്പില നമുക്കിതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതങ്ങനെ ഇരുന്നോട്ടെ. കറി ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതങ്ങ് അടച്ച് വെച്ചേക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വിളമ്പാം. ഓക്കെ, നമ്മുടെ കറി ഇത്രേ ഉള്ളൂ, റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചട്ടിയിൽ തന്നെ ഇത് സെർവ് ചെയ്യുന്നത്. ഇത് മറ്റൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്താൽ മതിയാവും. നല്ലൊരു കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇനിയും പുതിയ ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പുതിയ ഐറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് വരുന്നത് വരെ ബൈ.